ഇനി അടുത്തതെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം പോയ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച, ത്രസിപ്പിച്ച, മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിച്ച ആ ആൾക്കാർ ആരാണെന്ന് അറിയാൻ പോവാണ്. കോമഡി സ്റ്റാർസ് ഫോർ ദ ഇയർ 2024 ആയിരുന്നു. മഞ്ജു ചേച്ചിക്ക് അസാധ്യമായിട്ട് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹാസ്യത്തിൽ നമ്മളെ മിന്നുന്ന പ്രകടനം കൊണ്ട് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച ആൾക്കാർ ആരാണെന്ന് അറിയുന്നു? പറയട്ടെ, പറഞ്ഞു ചേച്ചി. അവിൻ കെവിൻ. എവിൻ ആൻഡ് കെവിൻ. എവിൻ ഞങ്ങളുടെ ആവിൻ ആൻഡ് കെവിൻ ആണ് ഇവിടെ ഇതാ അവാർഡ് മേടിക്കുന്നത്. രണ്ടുപേരൂടെ ചേർന്നിട്ട് പോയ വർഷം ഏറ്റവും കൂടുതൽ മില്യൺ വ്യൂസ് കിട്ടിയ ഒരുപാട് പെർഫോമൻസ് സമ്മാനിച്ച എവിൻ ആൻഡ് കെവിൻ കോമഡി സ്റ്റാർ ഐക്കൺസ് 2024. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചിക്ക് ഈ പറഞ്ഞ മാതിരി മഞ്ജു ചേച്ചിനെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സായി? ബോയ്സ് എത്ര പ്രായമായി നിങ്ങൾക്ക്? ഏപ്രിൽ 17 ഏപ്രിൽ 17 ആവും പ്രായപൂർത്തിയാവാൻ. ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. ഓക്കെ, നിനക്ക് സെയിം ഏജ്. നിങ്ങൾ എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്? 8 മിനിറ്റിന്റെ 8 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവർ തമ്മിലുള്ള കൗണ്ടറിന് 8 സെക്കൻഡിന്റെ ഗ്യാപ്പ് പോലും കൊടുക്കാതെയാണ് ഇവർ കൗണ്ടർ അടിക്കുന്നത്. മല്ലികാന്റിയൊക്കെ എനിക്കൊന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ടല്ലേ? രണ്ടുപേരെയും ജഡ്ജ് ചെയ്തിട്ടില്ലേ? ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഞെട്ടിക്കാനായിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം അത് പറയും. ഈ ഒരു അവാർഡൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ ഹാൻഡിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് അവാർഡ്. എന്ത് തോന്നുന്നു? എവിനും കെവിനും കറക്റ്റ് ആയത്. ഓക്കെ മോനെ, ഇപ്പൊ കണ്ണൊക്കെ പിടിക്കുന്നില്ല ചേച്ചി, കുറച്ച് പ്രായമായി വരുന്നുണ്ട്, അതിന്റെയാണ് പേടിക്കണം. ഓക്കെ, എവിനിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ. വളരെയധികം സന്തോഷം. പിന്നെ TV പ്രോഗ്രാമിലൂടെയാണ് കൂടുതലും എല്ലാവർക്കും അറിയുന്നത്. അതല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. വളരെയധികം സന്തോഷം. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അടിയുന്നൊരു തീ ഇങ്ങനെ പൊങ്ങി വരും. ആണ് കെവിനെ. ഒരുപാട് പെൺകുട്ടികളുടെ മെസ്സേജ് ഒക്കെ നിങ്ങളുടെ ഓരോ പെർഫോമൻസിന്റെ താഴെ ഞാൻ കാണുന്നുണ്ട്. ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? എവിൻ ആണെന്ന് പറഞ്ഞ് കെവിൻ ആണെന്ന് പറഞ്ഞ് എവിനോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പെൺപിള്ളേരുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇവൻ അങ്ങനെ വരാറില്ല. ഇവന് വരാറില്ല മെസ്സേജ് ഒന്നും? എനിക്കും വരാറില്ല. സോറി, ഇവനും വരാറില്ല, നിനക്കും വരാറില്ല? ഇല്ല. ഉണ്ടോ? നോക്കാറില്ല. അച്ഛനും അമ്മയുടെയും കൂടെയാണ് മക്കൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുറന്നു പറയുന്നില്ല. ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്നും വരുന്നില്ലേ? അല്ല, ഉണ്ട്. നീ പറ, തുറന്നു പറ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? കാരണം ചെറിയ പ്രായമാണ്, ഇപ്പൊ പഠിക്കേണ്ട പ്രായമാണ്, ഇപ്പൊ പെർഫോമൻസ് ചെയ്യേണ്ട പ്രായമാണ്. എന്ത് പറയാ ഗേൾസിനോട്? പരീക്ഷ, അതിന്റെ ടെൻഷൻ തന്നെ ഇരിക്കുക. ഓ, അതിന്റെ ടെൻഷനിലാണ്, നോക്കാൻ സമയം കിട്ടുന്നില്ല. കെവിനെ മോനെ, ഇവനാണോ നിനക്കാണോ കൂടുതൽ എന്നാലും ഫാൻസ്, ഗേൾസ് ഫോളോയിങ് ഉണ്ടെന്ന് തോന്നിയത് മോന്? ഗേൾസോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ചേച്ചിയുടെ പള്ളിയിൽ ഒരിക്കൽ പെരുന്നാളിന് പോയപ്പോ അവിടുത്തെ ഒരു ആന്റി ഇവനെ കണ്ടിട്ട്, ആ മോനെ ഞാൻ പരിപാടിയെല്ലാം കാണാം, ഞാൻ തൊട്ട് സൈഡിൽ ഇപ്പുണ്ട്, ഇവനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് എന്തോ പോലെ ആയിപ്പോ. അല്ല, ഇങ്ങനെ മാറിപ്പോകുന്നതും ആകാം അല്ലേ? അങ്ങനെയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഇവിടെ കാരണം ഇത്രയും പേരുണ്ട്. ഇതേ പൊന്നമാൻറ്റി ഉണ്ട്, മല്ലികാൻറ്റി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും ഈ ഒരു ഏരിയനെ ഇപ്പം സ്പെസിഫൈ ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞ. കാരണം ഇവരുടെ ഷൈൻ ടോം ചാക്കയുടെ പെർഫോമൻസ് ആണ് എനിക്ക്. ഷൈൻ ടോം നിൽക്കുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കയുടേത് ചെയ്തു, പിന്നെ സുരേഷ് ഗോപിയായിട്ട് ചെയ്തു അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ആ ഷൈൻ ടോം ചാക്കയുടെ മൂവ്മെന്റോ എന്തെങ്കിലും, സുരേഷ് ഗോപി എന്തെങ്കിലും സംതിങ് നിങ്ങൾ വൈറലായ ഒരു കണ്ടന്റ് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ജസ്റ്റ് മോളെ ഇതൊന്ന് പിടിച്ചേക്കോ, ഒരു മൈക്ക് കൂടെ കൊടുക്കോ. കമോൺ. മാന്യ പ്രേക്ഷകർക്ക് ജോഡീശ്വറിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, നിങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ. നമസ്കാരം ഷൈൻ ടോം. കൈ തരൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായോ? മനസ്സിലാവല്ലേ? അതാണ് ഇവിടുത്തെ നിയമം. ഞാൻ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവല്ലേ? അങ്ങനെയാണ് ഷൈൻ ടോം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഏത് പരിപാടി? നമ്മുടെ പരിപാടി ഏതെന്ന് പറയാം. ഏത് പരിപാടി? ഒന്ന് പിടിയാവും പ്ലീസ്. കാലായിരുന്നു ഷൈൻ ടോം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എനിക്ക് വിഷയമുണ്ട്. മാറിയില്ലേ? അപ്പൊ ഹോട്ട് സീറ്റിൽ കയറിയിരിക്കാം നമുക്ക് പരിപാടി. എവിടെ ഹോട്ട് സീറ്റ്? എവിടെ? അയ്യോ, ഇത്ര മതിയോ? ഇവരെങ്ങാണ്ടൊക്കെ പോവാ. സൂപ്പർ. പെട്ടെന്ന് ഞാൻ പറയാം, ഇവരൊരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് പറയുന്നത്, പ്രായത്തെ വെല്ലുന്ന ഒരു പ്രതിഭ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇനി സിനിമയാണോ ആഗ്രഹം രണ്ടുപേരുടെയും? വിളിച്ചാ പോവും.
ആണ്. ഡിജിറ്റലി കണ്ടിട്ട് ഏതെങ്കിലും സ്റ്റാർസ് ആരെങ്കിലും വിളിച്ച് നിങ്ങളെ നേരിട്ട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക വല്ലതും ചെയ്തോ? ഇതുവരെ ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കാലം ഇവരുടേതാണ്, നിങ്ങളുടേതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒരു വലിയ കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അവാർഡ് നൽകാനായിട്ട് നമുക്ക് ആരെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് വിവാദങ്ങൾക്കിടയിൽ പോലും എനിക്ക് തോന്നുന്നു ആത്മധൈര്യത്തോടെ പറയാനുള്ളത് മുഖം നോക്കി പറഞ്ഞ ഷിബ്ല ഫറ. ഷിബ്ലേനെ ഞാൻ ഒന്ന് മുന്നോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഷിബ്ലയാണ് നെക്സ്റ്റ് അവാർഡ് ഇവിടെ ഇതാ നൽകാൻ പോകുന്നത്. ഓക്കെ ഷിബ്ല, എന്ത് തോന്നുന്നു? കാരണം ഡിജിറ്റൽ ഹാൻഡിൽസിൽ ആൾക്കാർക്ക് വേണ്ടി മാത്രം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരു അവാർഡും ഇത്രയും വലിയൊരു സ്കെയിലില് വാട്ട് യു ഫീൽ റൈറ്റ് അറ്റ് ദിസ് ടൈം? ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണല്ലോ ലോകം തന്നെ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും അവിടെ നിന്നാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ തീരുമാനിക്കുന്നത് വരെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണെന്നുള്ളതാണ് സത്യം. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. എനിക്ക് ഇതുവരെ ഇപ്പം കൊടുത്ത അവാർഡ്സൊക്കെ കണ്ടിട്ട് വളരെ അപ് ടു ഡേറ്റ് ആയിട്ടാണ് അത് ചെയ്തത്. വളരെ ഡിസേർവിങ് ഹാൻഡ്സിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. സോ വെരി ഹാപ്പി. എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാം സ്വന്തം ഡിജിറ്റൽ മീഡിയ ഹാൻഡിലിൽ ഒരു കുറിപ്പ് എഴുതിയതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇങ്ങനെ ഹണി റോസിന്റെ ഐഷ്യൂന്റെ സമയത്തൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ യൂഷ്വലി ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതുന്നത് എനിക്കത് എഴുതണം എന്ന് വല്ലാതെ തോന്നുമ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ വിചാരിക്കുക ഒരു അഭിപ്രായം കുറഞ്ഞാൽ അത്രയും കുറയുമല്ലോ, അതാ നല്ലത്. അപ്പം ഞാൻ എഴുതുമ്പോൾ അത് കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ലാംഗ്വേജ് മാത്രം ഞാൻ ഫിൽറ്റർ ചെയ്യാറുണ്ട്. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഇഷ്യൂ എല്ലാം ഒന്ന് റിസൈഡ് ആയിന്ന് തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് കുഴപ്പമില്ല. അപ്പൊ ഇനിയും എഴുത്തുകൾ തുടരട്ടെ. ഇഷ്ടമുള്ളതൊക്കെ തന്നെ എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉള്ള ഒരു നാട് കൂടിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ അറിയാൻ പോകുന്നത് ഞങ്ങളുടെ ഇവിടത്തെ കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ആയി മാറിയത് ആരാണെന്നാണ്. യെസ്, ലിറ്റിൽ സൂപ്പർ സ്റ്റാർ 2024 അർസ്ല ഖുറേഷി. അർസ്ലാൻ ഖുറേഷി ആണ് ചെറിയ പ്രായത്തിൽ തന്നെ ഫാഷന്റെ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച് വലിയ മോഡൽസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വരുന്ന വരക്കം കണ്ടാൽ തന്നെ നമുക്കറിയാം. മൈ ഗോഡ്, ട്രോഫിയുടെ അത്രേ ഉള്ളൂവെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ചെറിയ പ്രായത്തിൽ അച്ചോടെ ഒരു ട്രോഫി തരട്ടെ ഞങ്ങള്. നമ്മളൊക്കെ ഈ ഒരു പ്രായത്തില് വീട്ടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ അമ്മേരെ സാരി തുമ്പിലേക്ക് മാറി അടുക്കളപ്പുറത്തേക്ക് ഓടുന്ന ആ പ്രായത്തിൽ നിന്ന് ഇവിടെ ഇതാ സ്റ്റേജിൽ കയറി നമ്മുടെ ഇത്രയും പേരുടെ മുന്നിലൂടെ നടന്ന് ആത്മധൈര്യത്തോടെ വന്നിരിക്കുകയാണ്. എടാ നീ ചിരിക്കാത്തതാണോ അതോ ഫാഷന്റെ ഇതായോണ്ട് ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അങ്ങനെയാണോ? കാരണം പൊതുവെ ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഞങ്ങളുടെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. അതാണോ മോനെ? ആറ്റിറ്റ്യൂഡ് കിങ് ആണ് ശരിക്കും. ഓ, ആറ്റിറ്റ്യൂഡ് കിങ് ആണ്, അതാണോ ചോദിക്കുന്നത്? അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് മോൻ ഈ ഒരു ഫാഷൻ രംഗത്ത് ശ്രദ്ധിക്കുന്ന, ഒരു റാം വാക്ക് ചെയ്യുമ്പോ മോൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതൊന്നുമില്ല, ചിലപ്പൊക്കെ ഉണ്ട്. ചിലപ്പോക്കെ ഉണ്ട്. ആരാ ഇത് പഠിപ്പിക്കുന്നത്? നടത്തൊക്കെ ആരാ പഠിപ്പിക്കുന്നേ? പാപ്പി. അച്ഛനൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? എന്താ വലുതാവുമ്പോ ആരാവണം എന്ന് ആഗ്രഹിക്കുന്നേ? സൂപ്പർ സ്റ്റാർ ആദു. സൂപ്പർ സ്റ്റാർ അതീ കുറഞ്ഞൊന്നും ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. മല്ലികാന്റി കേട്ടല്ലോ, ഞങ്ങൾ ഇപ്പൊ എടാ എത്ര വയസ്സായടാ നിനക്ക്? 4 വയസ്സിൽ അവ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇനി വരുന്നുള്ളൂ.